അപ്പോ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ഓറിയന്റേഷൻ സെഷൻ കൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അല്ലെ? അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ലാസ്റ്റ് ഡേറ്റ് 30 ഈ മാസം അവസാനം ജനുവരി 29 അവസാന തീയതി. അപ്പം അപ്ലൈ ചെയ്യാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ നിങ്ങൾ വൈകിപ്പിക്കരുത്, ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സൈറ്റ് എററോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. 15-നപ്പുറം, ഈ മാസം 15-നപ്പുറം ഒരിക്കലും ആ ഒരു ആപ്ലിക്കേഷൻ തീയതി നിങ്ങൾ കൊണ്ടുപോകരുത്. അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളവർ ഈ 15-നപ്പുറം തന്നെ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്തിരിക്കുക. അപ്പോ നമ്മുടെ ഈ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ഈ വർഷം PSC നോട്ടിഫിക്കേഷൻ വിളിച്ച സമയത്ത് നമുക്കറിയാം അത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണ് വിളിച്ചിരിക്കുന്നത്. അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നാണ് ഈ ഒരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ ഇത് 3 വിഭാഗങ്ങളായിട്ടല്ലേ, പഞ്ചായത്ത് ലെവലിലും കോർപ്പറേഷൻ ലെവലിലും നഗരസഭ, അങ്ങനെ 3 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് PSC കഴിഞ്ഞ വർഷം വരെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം നോട്ടിഫിക്കേഷൻ ഇത് 3ഉം കൂടെ യോജിപ്പിച്ചുകൊണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തിലാണ് ഈ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് 3നും സെപ്പറേറ്റ് കിട്ടുന്ന വേക്കൻസി മുഴുവനും ഈ ഒരു പോസ്റ്റിന് ഉണ്ടാകും. അപ്പോ വേക്കൻസി കൂടുതലായിരിക്കും, അതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇതിന് 3നും റാങ്ക് ലിസ്റ്റ് ഇടുന്ന സമയത്ത് ഈ ഒരു 3 വിഭാഗത്തിലേക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ ആയിരിക്കും റിക്രൂട്ട്മെന്റ് നടക്കുക. അപ്പോ നമ്മള് ഒരു ദൃഢമായിട്ടുള്ള ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ അഡ്വൈസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ, ഇപ്പോഴും ലാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2024 അഡ്വൈസ് ഇപ്പൊ വന്നു. അപ്പൊ നിങ്ങൾക്കിപ്പോ ഒരു മനസ്സുണ്ട്, കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ അടുത്ത വർഷം ഇതേ സമയം, അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുൻപ് തന്നെ, ഈ 2025 തന്നെ ഒരു അഡ്വൈസ് നിങ്ങളുടെ കയ്യിലും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്തെങ്കിലും നമ്മൾ വലിച്ചുവാരി പഠിച്ചിട്ട് കാര്യമില്ല. നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റീവ് പരീക്ഷയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. കൃത്യമായി നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കി, എന്താണ് ഒരു ചോദ്യം വായിക്കുമ്പോൾ ആ ചോദ്യം ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ 4 ഓപ്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായി കൺസെപ്റ്റ് മനസ്സിലാക്കിയാലാണ് നമുക്ക് ആ ഒരു ഉത്തരം മാർക്ക് ചെയ്യാനായിട്ട് പറ്റുക. നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനാണ് എക്സാമിനർ നോക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കൺഫ്യൂസ് ആവരുത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കൺസെപ്റ്റ് ശരിയായി മനസ്സിലാക്കി നമ്മൾ അതിനുവേണ്ടി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 611/2024 ആണ്. ഗസറ്റ് ഡേറ്റ് എന്നായിരുന്നു? 31/12 വിളിച്ചത്. അപ്പം സാലറി സ്കെയിൽ ഏകദേശം 31,700 തൊട്ട് 66,800 വരെയാണ് സ്കെയിൽ ഓഫ് പേ. അപ്പൊ അത്യാവശ്യം നല്ല ഒരു സ്കെയിൽ ഓഫ് പേ ഉള്ള ഒരു പോസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു പോസ്റ്റിൽ നിന്നും പ്രൊമോഷൻ സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ് ആയിട്ട് വരെ, ഡിസ്ട്രിക്ട് ഓഫീസർ ആയിട്ട് വരെ നമുക്ക് പ്രൊമോഷൻ കിട്ടാം. അപ്പൊ അതിൽ 1.25 വരെയാണ് അതിന്റെ സാലറി. അപ്പോ വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഉണ്ട് അല്ലെ, നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളൊരു നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം കേരളത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ യാതൊരു ഭയവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ സ്റ്റഡി സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിലൊരു വേക്കൻസി അല്ലെങ്കിൽ ആ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്കിന് കിട്ടും. അപ്പൊ അങ്ങനെ തന്നെ വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഏജ് റിലാക്സേഷൻ ഉള്ള വിഭാഗമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. പിന്നെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ, SSLC അല്ലെങ്കിൽ ഇക്വാലന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അതേപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് 2 വർഷത്തെ കോഴ്സാണ്, അത് കഴിഞ്ഞതായിരിക്കണം. അല്ലെങ്കിൽ
ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ SSLC വിത്ത് ആണ് രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പൊ രണ്ടാമത്തേത് ഇതിൽ ഏതെങ്കിലും ഒന്നാകാം. ഹെൽത്ത് ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സാനിറ്ററി ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ്, അല്ല എന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ ഗവൺമെന്റിന്റെ സാനിറ്ററി ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ സാനിറ്ററി ഇൻസ്പെക്ടർ കോഴ്സ് എടുത്ത പല ഡിപ്പാർട്ട്മെന്റിലും എടുത്ത ആൾക്കാർക്കും അപേക്ഷിക്കാം. ഓർ ഹയർ എഡ്യൂക്കേഷൻ. അപ്പൊ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോ അപ്പം ഇത് കറന്റ്ലി റിപ്പോർട്ടഡ് ആയിട്ടുള്ള വേക്കൻസീസ് ഒന്ന് നോക്കാം. തിരുവനന്തപുരത്ത് ഏകദേശം 18 വേക്കൻസീസ് ആണ്, കൊല്ലം 8 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ജില്ല നമ്മൾ നോക്കുവാണെങ്കിൽ അവിടുത്തെ ആപ്ലിക്കേഷൻ ചെയ്ത് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ട് എന്ന അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ വേക്കൻസി നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് വേക്കൻസി കൂടുതലാണ് എന്നുണ്ടെങ്കിലും അവിടെ ആപ്ലിക്കൻസിന്റെ ലെവൽ കൂടുതലായിരിക്കും. അപ്പം ആപ്ലിക്കേഷൻ എത്ര ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു വേക്കൻസീസ് വെച്ചിട്ട് കൃത്യമായിട്ട് കോമ്പറ്റീഷൻ ലെവൽ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ എത്ര കോമ്പറ്റീഷൻ ഉള്ള എക്സാം ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, അപ്പൊ ഇത്തവണ ഈ 3 വിഭാഗത്തിലെയും കൂടെ ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു ലിറ്റിൽ ബിറ്റ് ഒരു ഇൻക്രീസ് ചെയ്തതായിട്ട് പറയാം കോമ്പറ്റീഷൻ ലെവല്. അപ്പൊ നിങ്ങൾ ഒന്നും മനസ്സിലാക്കണ്ട, നിങ്ങൾക്ക് ഒന്നാമനാവണമെങ്കിൽ, അതായത് ബാക്കി 9 പേരും ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുന്നോ കുറയുന്നോ അതൊന്നും നിങ്ങളുടെ പ്രിപ്പറേഷനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങൾക്ക് ഒന്നാമനാണെങ്കിൽ ബാക്കി 99 പേരും ചെയ്യാൻ തയ്യാറാകാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുക. അപ്പൊ ഈ വേക്കൻസി ഡീറ്റെയിൽസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ കണ്ട് നിങ്ങൾ ഭയപ്പെടാനല്ല ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 29 ജനുവരി ആണ്. അപ്പോ നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ഇനി അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ 15-നപ്പുറം നിങ്ങൾ പോകരുത്. ഉറപ്പായിട്ടും കമ്പൽസറി ആയിട്ടും നമ്മുടെ കുട്ടികളെല്ലാം തന്നെ 15-നിപ്പുറം അപ്ലൈ ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. ഇനി നമ്മുടെ സിലബസിലേക്ക് വരാം. എക്സ്പെക്ടഡ് സിലബസ്, ഇത് നമ്മൾ പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ സിലബസിന്റെ ആ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതില് അനാട്ടമി ആൻഡ് ഫിസിയോളജി. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് 10 സിലബസ് മെയിൻ പോയിന്റ്സ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സിലബസ് കാണുമ്പോൾ നിങ്ങൾ കരുതും വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലേ, വെറും 10 പോയിന്റ്സ് ആണ് കാണുന്നത്, അപ്പൊ വളരെ എളുപ്പത്തിൽ ഈ പോർഷൻ തീരുമല്ലോ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ അനാട്ടമി ആൻഡ് ഫിസിയോളജി 10 മാർക്കാണ് അതിന്റെ വെയിറ്റേജ് വരുന്നത്. അപ്പൊ ഈ ഒരു പോർഷൻ തന്നെ നമുക്ക് എത്ര ക്ലാസ്സുകളാണ് എന്നറിയാമോ? ഇത് തീർക്കാൻ തന്നെ നമുക്ക് നല്ല എമൗണ്ട് ഓഫ് ക്ലാസ്സസ് വേണം. അതായത് അത്രയും ടോപ്പിക്ക് ഇൻ ഡെപ്ത് അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ നമുക്ക് പോകാനുണ്ട്. അപ്പോ ഈ സിലബസ് കറക്റ്റ് ആയിട്ട് KPSC, കേരള PSC ജനുവരി 15-നാണ് ടെന്റേറ്റീവ് സിലബസ്. ഇപ്പൊ ടെന്റേറ്റീവ് സിലബസ് ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സിലബസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, എന്തെങ്കിലും പുതിയ ടോപ്പിക്സ് ആഡ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും ഡെലീഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിക്കുന്നത് ജനുവരി 15-നാണ്. ഇപ്പൊ ജനുവരി 15-ന് പബ്ലിഷ് ചെയ്യുമെന്നാണ് ഇതുവരെ അറിയിച്ചിരിക്കുന്നത്. അപ്പോ അന്നത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സിലബസ് നമ്മുടെ കയ്യിൽ കിട്ടും. പക്ഷെ ഈ ഒരു സിലബസ് നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഈ ഒരു സിലബസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു വ്യത്യാസം നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അതായത് ഇതുവരെ കേരള PSC നടന്നിട്ടുള്ള സിലബസ് ചേഞ്ച് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു 10-15 മാക്സിമം 15% കൂടുതൽ ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ സിലബസ് വെയിറ്റ് ചെയ്ത് നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ പാഴാക്കരുത്. അപ്പം ഈ സിലബസിൽ നിന്നും ഈ സിലബസ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇനി ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ കുറച്ച് പോസ്റ്റുകൾക്ക് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ സിലബസിൽ മാറ്റമില്ല എന്ന് ഉറപ്പിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ സിലബസ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. 15-ാം തീയതി കറക്റ്റ് ആയിട്ടുള്ള സിലബസ് നമുക്ക് കിട്ടും. ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസിലൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളൊരു 85% കവറായി. ബാക്കിയുള്ള 15% നിങ്ങളുടെ കയ്യിലാണ്. അതായത് നിങ്ങൾ അത് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അതായത് ഞങ്ങൾ ഏറ്റവും നല്ല മെറ്റീരിയൽസ്, ഏറ്റവും നല്ല റെക്കോർഡഡ് ക്ലാസ്സസ്, എല്ലാ കണ്ടന്റ്സും ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സസ്, അതേപോലെ തന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള PDFs
കൂടാതെ MCQ സെഷൻ, നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് പരീക്ഷയാണ് എഴുതാൻ പോകുന്നത്. MCQ സെഷന്റെ പ്രത്യേകത, പരീക്ഷ മുമ്പ് എഴുതിയിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്കത് ബോധ്യപ്പെട്ട് കാണും ഇതിനോടകം. അപ്പം MCQ സെഷനുകൾ നമ്മൾ കാണാതെ അല്ലെങ്കിൽ MCQ പ്രാക്ടീസ് ചെയ്യാതെ നമ്മൾ കുറെ തിയറി പഠിച്ചിട്ട് അവിടെ പോയിട്ട് കാര്യമില്ല. MCQ അറ്റൻഡ് ചെയ്യണം. ആ ഒരു വിത്തിൻ 1 അവർ 1.5 അവർ നമ്മൾ ആ ഒരു 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. നമുക്ക് ഉത്തരം അറിയാമെങ്കിൽ പോലും ഈ സമയപരിധിക്കുള്ളിൽ നമുക്ക് അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് എന്താണ്, അത് നമുക്ക് പ്രാക്ടീസിലൂടെ മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. അപ്പോ കഴിവതും നിങ്ങളൊരു OMR ഷീറ്റ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് മോക്ക് ആദ്യമേ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു OMRന്റെ സ്പീഡും നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ OMR നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ ആ പേന എടുത്ത് ഓരോ ക്വസ്റ്റ്യനും OMR മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഓരോ 2-3 സെക്കൻഡ് നിങ്ങളുടെ എത്ര സമയം പോകുന്നു. അപ്പൊ നിങ്ങൾ OMR ഫില്ലിങ്ങിലൂടെ നിങ്ങൾക്ക് വളരെ ഒരു 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്ട്രാ എഴുതാൻ പറ്റും. ഈ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. അപ്പൊ നിങ്ങളുടെ റാങ്കിൽ വരുന്ന വ്യത്യാസം വളരെയധികം വലുതാണ്. ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ റാങ്ക് മേളിലേക്ക് പോകും. അപ്പോ ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ നിങ്ങൾ കൂടുതൽ ശരിയാക്കിയാൽ നിങ്ങളുടെ റാങ്ക് എത്രത്തോളം വ്യത്യാസം വരും എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം. ാണ് അപ്പോ MCQ സെഷന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞു വന്നത്. MCQ സെഷൻ നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. ഈ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ, ആ ഒരു എക്സാമിനേഷൻ ടൈം ഫ്രെയിമിനുള്ളിൽ ഏറ്റവും മാക്സിമം ക്വസ്റ്റ്യൻ വിത്തൗട്ട് മാക്സിമം നെഗറ്റീവ് ആൻഡ് വിത്ത് മാക്സിമം അക്യുറസി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് നിങ്ങൾ ഒരിക്കലും മറന്നുപോകരുത്. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ സിലബസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്ന് കാണുമ്പോൾ സിമ്പിൾ ആണല്ലേ, കേൾക്കുമ്പോൾ നല്ല സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്തിൽ എത്ര ടോപ്പിക്സ് ഉണ്ട്. അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ തന്നെ ബ്ലഡ് ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം വരുന്നുണ്ട്, ഡൈജസ്റ്റീവ് ആൻഡ് എക്സ്ക്രീറ്ററി സിസ്റ്റം വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ടോപ്പിക്കിൽ തന്നെ സബ് ടോപ്പിക്സ് വേറെ ഉണ്ട്. കൂടാതെ സ്കെലിറ്റൽ, മസ്കുലർ, നെർവസ് സിസ്റ്റം വരുന്നുണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം. ഇത്രയും ടോപ്പിക്സ് ഇൻ ഡെപ്തിൽ പഠിക്കാനുള്ള ഒരു മോഡ്യൂളാണ് അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മോഡ്യൂളിലേക്ക് വരുമ്പോൾ ന്യൂട്രീഷൻ, ഹൈജീൻ, ബേസിക് ഫാർമക്കോളജി ആൻഡ് ബേസിക് മൈക്രോബയോളജി. വെയിറ്റേജ് എത്രയാണ്? 10 മാർക്കാണ് വെയിറ്റേജ്. അപ്പൊ ഈ ടോപ്പിക്കും നമ്മൾ സബ് ഡിവൈഡ് ചെയ്ത് കീറി മുറിച്ച് അനലൈസ് ചെയ്യുവാണെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ നമുക്ക് എടുക്കാം. ന്യൂട്രീഷനിൽ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ന്യൂട്രീഷൻ വരുന്നുണ്ട്, ന്യൂട്രീറ്റീവ് വാല്യൂ ഓഫ് ഫുഡ് സ്റ്റഫ്സ്, അതേപോലെ ബാലൻസ്ഡ് ഡയറ്റ്, പ്രിപ്പറേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഫുഡ്സ്, കൾച്ചറൽ ഫാക്ടർ ഇൻ ന്യൂട്രീഷൻ, കൂടാതെ മാൽ ന്യൂട്രീഷൻ. ഇങ്ങനെയുള്ള ധാരാളം ടോപ്പിക്സ് ന്യൂട്രീഷന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി നമ്മൾ അടുത്ത ഹൈജീൻ എടുക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ഹൈജീന്, പേഴ്സണൽ ഹൈജീൻ, അതേപോലെ ഫിസിക്കൽ ഹെൽത്ത്, പീരിയോഡിക് ഹെൽത്ത് എക്സാമിനേഷൻ, ഇങ്ങനെ ധാരാളം ടോപ്പിക്ക് ഹൈജീന്റെ അകത്ത് വരുന്നതാണ്. ഓക്കെ, ഈ ഹൈജീന്റെ അകത്തിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് പോർഷൻ പറയുന്നതാണ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അത് ഓരോ ഏജ് പറയുന്നുണ്ട്. അതിൽ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഓഫ് അഡൾട്ട്, ഇൻഫന്റ്, ഏർലി ചൈൽഡ്ഹുഡ്, അങ്ങനെ ഓരോ ഏജ് ലിമിറ്റ് വെച്ചിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഇനി ബേസിക് ഫാർമക്കോളജി. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമല്ലേ ഓരോ വേർഡിനുള്ളിലും എത്ര ടോപ്പിക്കാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് എന്നുള്ള കാര്യം. ബേസിക് ഫാർമക്കോളജി നമ്മൾ പറയുകയാണെങ്കിൽ അതിനകത്തിൽ ഇൻട്രൊഡക്ഷൻ ടു ഫാർമക്കോളജി, ആക്ഷൻ ഓഫ് ഡ്രഗ്സ്, അങ്ങനെയുള്ള ഫാർമക്കോളജിയിലുള്ള ഡിഫറെന്റ് ഇൻഡെപ്ത് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്.
ഇനി ബേസിക് മൈക്രോബയോളജിയിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ സോഴ്സസ് എന്താണ്, അതിന്റെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ എങ്ങനെയാണ്. ഇനി ഈ മൈക്രോ ഓർഗാനിസം എല്ലാം നമുക്ക് ഡിസീസ് കോസ് ചെയ്യുന്നുണ്ടോ? അതിൽ ഡിസീസ് കോസ് ചെയ്യാത്തത് ഏതാണ്, കോസ് ചെയ്യുന്നത് ഏതാണ്? മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ നമുക്ക് ഡിസീസ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ പാത്തജൻസ് എന്ന് വിളിക്കും. അപ്പോ പാത്തജൻസ് ഏതൊക്കെയാണ്, ഈ പാത്തജൻസിന്റെ ഇൻഫെക്ഷൻ എങ്ങനെയാണ്, ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, ഇതിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ബേസിക് മൈക്രോബയോളജിയിൽ പറയാനുള്ളത്. ഇനി നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണ്. ഫസ്റ്റ് എയ്ഡ് ആൻഡ് ബേസിക് മെഡിസിൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ, ഡിസബിലിറ്റി മാനേജ്മെന്റ്. അപ്പം ഇതിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലായാലും നമുക്കൊരു ബേസിക് ഡെയിലി ലൈഫിലാണെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എയ്ഡ് നമ്മൾ എല്ലാ കോമൺ ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാംസിനും ഈ ഒരു ടോപ്പിക് ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് ഇടാനായിട്ട് പറ്റില്ല. കാര്യം അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ആയിരിക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടത് എന്താണ്, നിങ്ങൾ അവിടെ ഒരു റിയൽ ലൈഫിൽ നിങ്ങൾ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടണം. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഈ മോഡ്യൂളിനെ അപ്രോച്ച് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുക. ഫസ്റ്റ് എയ്ഡിൽ അതിൽ നമുക്ക് എന്താണ്, പോയിസൺ വരികയാണെങ്കിൽ, വൗണ്ട്സ് വരികയാണെങ്കിൽ, പെട്ടെന്നൊരു ആക്സിഡന്റോ ഇഞ്ചുറീസോ അല്ലെങ്കിൽ ഒരു ഷോക്ക്, ഇലക്ട്രിക്കൽ ഇഞ്ചുറീസ് വരികയാണെങ്കിൽ പെട്ടെന്നൊരു ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കണം, ബേസിക് മെഡിസിൻസ് എന്തൊക്കെയാണ്. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരുന്നുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്തില് ഫസ്റ്റ് എയ്ഡ് പിന്നെയും വരുന്നുണ്ട്. സിവിൽ ഡിഫൻസ് കാര്യങ്ങൾ ആണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ വരുന്നത്. ഡിസബിലിറ്റി മാനേജ്മെന്റ്, ഇതൊക്കെയാണ് മോഡ്യൂൾ 3 വരുന്നത്. ഇനി മോഡ്യൂൾ 4, ഇത് ഞാൻ ഇത്രയും 10 മോഡ്യൂൾസ് ആണ് ടോട്ടൽ പറയുന്നത്. അപ്പൊ അതിൽ ഞാൻ ഇത് ഒന്നുകൂടെ ഞാൻ സർക്കിൾ ചെയ്യാണ്, വീണ്ടും സർക്കിൾ ചെയ്യാണ്. കാരണം എന്താണ്, അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ് ഈ മോഡ്യൂൾ 4 എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പോളിസി. അപ്പൊ ഇത് വെയിറ്റേജ് 10 ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സിനും 10. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ മനസ്സിലാക്കുക, ഈ 10 ടോപ്പിക്സിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, അല്ലെ ഏറ്റവും സാധ്യത, ക്വസ്റ്റ്യൻസിന് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഒരു ടോപ്പിക്കിനാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് നാഷണൽ ഹെൽത്ത് പോളിസീസ്. അപ്പൊ ഇവിടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് വരുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എന്താണ്, നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസസിനെ പറ്റിയിട്ട് ഓരോ ഡിസീസസും അതിന്റെ കോസൽ ഓർഗാനിസം, ഇൻഫെക്ഷൻ, ട്രാൻസ്മിഷൻ, സിംറ്റംസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ നമ്മൾ പഠിക്കണം. ഇനി NHP നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിലേക്ക് വരികയാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. ഇപ്പം അതിന്റെ ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടല്ലേ, ഇപ്പൊ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം, ലെപ്രോസി പ്രോഗ്രാം. അപ്പൊ ഇങ്ങനെ ധാരാളം നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന്റെ ഇയർ, അത് കൊണ്ടുവന്നത് ഏത് മിനിസ്ട്രി ആണ്, അല്ലെങ്കിൽ ആരാണ് അതിൽ ഭാരവാഹി ആയത്, അതിന്റെ വന്ന ഇയർ ഏതാണ്, അത് ഇംപ്ലിമെന്റ് ചെയ്ത ഇയർ ഏതാണ്, ഏത് തരത്തിലുള്ള ആൾക്കാരാണ് അതിന്റെ ബെനിഫിഷ്യറി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാനായിട്ടില്ല ഈ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിൽ. ഇനി നാഷണൽ ഹെൽത്ത് പോളിസി അതിനോടനുബന്ധിച്ചിട്ടുള്ള പോളിസീസ് ആണ്. ഓക്കെ, അപ്പം ഈ മോഡ്യൂൾ 4 തന്നെ നമുക്ക് ഇമ്മ്യൂണൈസേഷൻ പഠിക്കാനുണ്ട്. ഇത് കൂടാതെ കെയർ ഓഫ് ഇൻഫെക്റ്റഡ് പേഷ്യൻസിനെ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ എങ്ങനെ കെയർ ചെയ്യണം എന്ന് പഠിക്കാനുണ്ട്. അതേപോലെയുള്ള ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ, അങ്ങനെയുള്ള ഹൈജീൻ, പ്രിവെൻഷൻ ഓഫ് ഡിസീസ്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഈ മോഡ്യൂൾ 4 പഠിക്കാനുണ്ട്. ഇനി മോഡ്യൂൾ 5 വരാം. മോഡ്യൂൾ 5 വരുമ്പോൾ പബ്ലിക് ഹെൽത്ത് ആൻഡ് പ്രൈമറി ഹെൽത്ത് കെയർ, ജോബ് റെസ്പോൺസിബിലിറ്റീസ്, റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്, ഫാമിലി വെൽഫെയർ, ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ. അപ്പൊ നമുക്കറിയാം പഞ്ചായത്ത് ലെവലാണെങ്കിലും മുനിസിപ്പാലിറ്റി ലെവലാണെങ്കിലും പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അവിടുത്തെ ഫംഗ്ഷനുകൾ, അവിടെ എങ്ങനെയാണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്, ഒരു പഞ്ചായത്തിലെ ഹെൽത്ത് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് പോകുന്നത്, അവിടുത്തെ റെക്കോർഡ്സ് എങ്ങനെയാണ്, റിപ്പോർട്ട്സ് എങ്ങനെയാണ്, അഡ്മിനിസ്ട്രേഷൻ ലെവൽസ്, ടയേഴ്സ്, ആരാണ് ഹെഡ്, ആരാണ്
സബോർഡിനേറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബേസിക് ലെവലിൽ നമ്മൾ അറിഞ്ഞിരിക്കാനാണ് ഈ ഒരു 5th മോഡ്യൂള് ഈ ഒരു സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ 5 മോഡ്യൂൾസ് കൂടെ വരികയാണ്. എൻവയോൺമെന്റൽ സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലംസ്, വെയിറ്റേജ് അഗെയിൻ 10 മാർക്ക് തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഈ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷനിലാണ് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത്, ഈ ഒരു സബ്ജക്റ്റിനെ ഡീവിയേറ്റ് ചെയ്ത് പോകാനായിട്ട് ഇച്ചിരിയെങ്കിലും കഴിഞ്ഞത് ഈ ഒരു മൊഡ്യൂളിനാണ്. കാരണം എന്താണ്, അവിടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അവിടെ പഠിക്കേണ്ടത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയാസിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിക്കാനുണ്ട്. AV എയ്ഡ്സിൽ നമുക്ക് ധാരാളം മോഡേൺ ടെക്നോളജി, ഇപ്പം ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൽ വരുന്ന വിഭാഗത്തിൽ ഏതാണ് ഓഡിയോ എയ്ഡ്സ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഏതാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, രണ്ടും കൂടെ കൂടിയത് ഏതാണ്? അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം ടെക്നോളജി നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ട്രെയിനിങ്, അവയർനെസ്സും കാര്യങ്ങളിലും ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. ടീച്ചർ ലേണിംഗ് പ്രോസസ്, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ വരുന്ന മൊഡ്യൂളാണ് മൊഡ്യൂൾ 7. ഇനി മൊഡ്യൂൾ 8ലേക്ക് വരാം. ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ്, പബ്ലിക് ഹെൽത്ത് ആക്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആൻഡ് പ്രോജക്ട് പ്രിപ്പറേഷൻ. അപ്പോ മാനേജ്മെന്റിന്റെ ഫണ്ടമെന്റൽസ്, പബ്ലിക് ഹെൽത്ത് ആക്ട്, ഓക്കെ, ലീഗൽ ആക്ട്, ലീഗലി എങ്ങനെയാണ് നമ്മുടെ ഈ ഹെൽത്ത് സിസ്റ്റം ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പബ്ലിക് ഹെൽത്ത് ആക്ടിൽ വരുന്നത്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ സ്ട്രക്ചർ, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം. ഈ മൊഡ്യൂൾ 9ലേക്ക് വരികയാണ്. ബിഹേവിയറൽ സയൻസസ്, ഇതിൽ സോഷ്യോളജി, സൈക്കോളജി ആൻഡ് മെന്റൽ ഹെൽത്ത്. ഇവിടെ നമ്മൾ സൈക്കോളജി പഠിക്കാനുണ്ട്, ലൈഫ് സ്റ്റേജ്, ഇമോഷൻ, ബിഹേവിയർ, അതേപോലെ തന്നെ ഡിഫൻസ് മെക്കാനിസം. ഇതുകൂടാതെ റൂറൽ കമ്മ്യൂണിറ്റീസ്, അല്ലെ, റൂറൽ അർബൻ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതിൽ റൂറൽ കമ്മ്യൂണിറ്റീസിന് നമ്മൾ അറിയാം, അത് തമ്മിലുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. അപ്പൊ അത് നമ്മൾ ഈ ഒരു സോഷ്യോളജി വിഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. റൂറൽ സോഷ്യോ അല്ലെ റൂറൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ 9th മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ മോഡ്യൂളാണ് 10ാമത്തെ മോഡ്യൂള്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ബയോ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, പാലിയേറ്റീവ് കെയർ ആൻഡ് ജീരിയാട്രിക് ഹെൽത്ത്. ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ 10ാമത്തെ മോഡ്യൂളിലെ കാര്യങ്ങളാണ് ഏറ്റവും ലാസ്റ്റ്. അതിന് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യാൻസർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഒബീസിറ്റി പോലെയുള്ള രോഗങ്ങൾക്കാണ് നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ രോഗങ്ങളെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് സ്വീകരിക്കേണ്ടത്, ഇതെങ്ങനെയാണ് നമുക്ക് പിടിപെടാനുള്ള സാധ്യത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡിസീസ് വരുന്നത്, അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ വരുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് എങ്ങനെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ അതിനെ ഡിസ്പോസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള എഫക്റ്റീവ് സ്ട്രാറ്റജി, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യണം. പാലിയേറ്റീവ് കെയർ ആൻഡ് ജീരിയാട്രിക് ഹെൽത്ത്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ്, ഇത്രയാണ് നമ്മുടെ സിലബസ്. അപ്പോൾ 2 പേജിലുള്ള സിലബസ്, അല്ലെങ്കിൽ ഒരു 10 മോഡ്യൂളായിട്ട് സിമ്പിൾ ആയിട്ട് അവർ ഒരു പേജിൽ കൊടുത്ത സിലബസിനുള്ളിൽ എത്ര കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ നിങ്ങളിപ്പം ഈ കോഴ്സ് എടുത്തവര് അതിൽ എക്സാം ഇതിനു മുന്നേ എഴുതിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഈ സിലബസുമായിട്ട് നല്ല പരിചയമായിരിക്കും, അല്ലെ? അപ്പം ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാത്തവർക്ക് ഉറപ്പായിട്ടും ഇതിനോടകം എത്ര കാര്യങ്ങൾ ഇതിനകത്ത്, അല്ലെ എത്ര കൺസെപ്റ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങളൊരു എക്സാം എഴുതി നിങ്ങൾക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ലിസ്റ്റിലുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് പോയി, അല്ലെ? നിങ്ങൾ മനസ്സിലാക്കുക, വീണു പോകുന്നതിൽ തെറ്റൊന്നുമില്ല, അല്ലെ? നമ്മൾ വീണു പോകുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ എഴുന്നേക്കാതിരിക്കുന്നത് തെറ്റാണ്. അതായത് നമ്മൾ വീണു, ശരിയാണ്, നമുക്ക് കിട്ടിയില്ല, നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു, നമ്മൾ കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങളുടെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ വീണു പോയത്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് ആ വീഴ്ചയെ നിങ്ങൾ അനലൈസ് ചെയ്യണം. എങ്ങനെയാണ് ഞാൻ വീണത്, എന്തുകൊണ്ടാണ് ഞാൻ വീണത്, അപ്പൊ ഇനി ഞാൻ വീഴാതിരിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ നടക്കണം, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായി പ്ലാൻ ചെയ്താൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് വീഴ്ച ഉണ്ടാവില്ല, അല്ലെ? ഈ വരുന്ന പരീക്ഷയിൽ, കഴിഞ്ഞ പരീക്ഷയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ പോയതിന്റെ ആ ഒരു വീഴ്ച നിങ്ങൾ മനസ്സിലാക്കി ഈ പ്രിപ്പറേഷനിൽ നിങ്ങൾ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വേക്കൻസിയിൽ ഒരു ഇടം പിടിക്കാൻ സാധിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ,
അപ്പോ നമുക്ക് സിലബസ് നമ്മൾ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ റീഡിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയാ, ഇപ്പൊ നമ്മൾ എല്ലാ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള എല്ലാ സിലബസ്, ഈ പറഞ്ഞ സിലബസ് നിങ്ങൾക്ക് എത്രത്തോളം ഇൻഡെപ്തിൽ ആ കൺസെപ്റ്റ് പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇത്രയും ഈ സിലബസിനെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ ആണ് നമ്മൾ നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിനെ ബേസ് ചെയ്ത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇത്ര നാളുകൾക്കകം കേരള PSC ചോദിച്ചിട്ടുള്ള, കേരള മാത്രമല്ല മറ്റ് സ്റ്റേറ്റ്സുകളിൽ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട് അല്ലെ, കേരളത്തിൽ മാത്രമല്ല ഈ പോസ്റ്റ് വിളിക്കുന്നത്. ആ ഹെൽത്ത് ഇൻസ്പെക്ടറിലും നമുക്കൊരു ഓൾ ഇന്ത്യ ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം അനലൈസ് ചെയ്തുകൊണ്ടുള്ള MCQ സെഷൻസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ, നമ്മുടെ ഈ ഒരു സെഷൻ, ഈ റെക്കോർഡഡ് സെഷൻ ആണെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന MCQ സെഷനുകളാണെങ്കിലും PDF ആണെങ്കിലും മോക്ക് ടെസ്റ്റുകളാണെങ്കിലും ഇതെല്ലാം നിങ്ങൾക്ക് ധാരാളമാണ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ സമയമുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പാക്സ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രൊഫസേഴ്സ് അല്ലെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ബുക്കായിരിക്കും ഈ ബുക്ക് ആസ് എ റെഫറൻസ് അല്ലെ. K Parkന്റെ ബുക്കാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് 27th. അത് കഴിഞ്ഞിട്ട് 28 ഉണ്ട് എന്ന് തോന്നുന്നില്ല, 27 ആണ് എന്റെ അറിവിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ എന്നുള്ള ഈ ഒരു ബുക്ക്, അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്ക് ഫോർ റെഫറൻസ്. നമ്മളിപ്പോ ഈ കോഴ്സിൽ ഓഫർ ചെയ്യുന്ന പല തിയറി കണ്ടന്റ്സും ഈ ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. കേരള PSC ആണെങ്കിലും ഈ ഒരു പോസ്റ്റിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിൽ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് ബുക്സ് ആയിട്ട് ഒരു ഫൈനൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഫൈനൽ തീരുമാനിക്കുന്നത് ഈ ഒരു ബുക്ക് അല്ലെ, സ്റ്റാൻഡേർഡ് ബുക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് കയ്യിലുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് യൂസ്ഫുൾ ആയിരിക്കും. ഒരു ഡൗട്ടോ കാര്യങ്ങളോ വന്നാൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇത് മേടിക്കണം എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. കാരണം എന്താണ്, നിങ്ങൾ ഓൾറെഡി നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട് അല്ലെ, നമ്മളിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ബുക്ക് മേടിക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഒരു എക്സ്ട്രാ റീഡിംഗ് അല്ലെങ്കിൽ ഒരു റെഫറൻസിന് നിങ്ങൾക്ക് ഈ പഠിച്ചതിൽ അപ്പുറം നിങ്ങൾക്ക് പഠിക്കണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ബുക്കാണ്, ഒരു സ്റ്റാൻഡേർഡ് ബുക്കാണ് പാർക്സ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ ബൈ K Park. അപ്പോ ഇത് കൂടാതെ നമ്മൾ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു MCQ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ മറ്റ് ധാരാളം ബുക്സ് ഒക്കെ കാണും. അപ്പൊ നിങ്ങൾ ചിലപ്പോ ബൈ മിസ്റ്റേക്ക് നിങ്ങൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് മോക്ക് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേറെ ബുക്സ് നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ബേസിക് ആണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അതായത് നിങ്ങൾ +2ലോ +1ലോ ഒന്നും പഠിക്കാത്തവർ ആയിക്കോട്ടെ, എന്ത് നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആകാത്തവരായിക്കോട്ടെ, ഫ്രം ദ ബേസിക്സ് ആണ് നമ്മൾ ഓരോ ടോപ്പിക്കും അനലൈസ് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ബയോളജിയുടെ 11th and 12th ടെക്സ്റ്റ് ബുക്ക്. ഒരു ബേസിക് നോളജിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഇത് കൂടാതെ നിമി ക്വസ്റ്റ്യൻ ബാഗ്സ് ഉണ്ട്. അപ്പൊ അതും നിങ്ങൾക്ക് എന്താണ്, ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇത്രയും ബുക്സോ കാര്യങ്ങളോ ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്, തിയറീസ്, അതേപോലെ തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ മാത്രം മതി. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാം ക്ലിയർ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, വിജയം എന്നത് ഒരു യാദൃശ്ചികമല്ല. അതായത് നമുക്ക് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല വിജയം. കഠിനാധ്വാനവും ത്യാഗവും അതേപോലെ തന്നെ അറിവും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്ന ഒന്നാണ് വിജയം എന്ന് പറയുന്നത്. നമുക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടൈം ലിമിറ്റിലുള്ള നമ്മുടെ കയ്യിൽ വരുന്ന കാര്യമല്ല. നമ്മൾ അതിനുവേണ്ടി സമയം ചിലവഴിക്കണം, അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇടണം.
ഉറക്കം ഒഴിഞ്ഞാണെങ്കിലും നമ്മൾ എഫേർട്ട് ഇട്ടാലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഓക്കെ, അപ്പം ടെൻഡേറ്റീവ് എക്സാം ഡേറ്റ് ഒന്ന് നോക്കുക, ഏപ്രിൽ ടു ജൂൺ ആണ്. അപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഇനി എത്ര സമയമുണ്ട് എന്ന് ഒന്ന് അനലൈസ് ചെയ്യുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ഏകദേശം ഈ ഒരു മാസത്തിനകത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് KPSC പ്രസിദ്ധീകരിക്കും. അപ്പൊ കറക്റ്റ് ഡേറ്റ് നമുക്കറിയാം. എന്നാലും എക്സ്പെക്ട് ചെയ്യുന്ന ടെൻഡേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ ടു ജൂൺ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും നിങ്ങൾ ജൂണിലാണ് എക്സാം എന്ന് കരുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങൾ ഈ എക്സാം ക്രാക്ക് ചെയ്യില്ല എന്ന് ഞാൻ തറപ്പിച്ചു പറയും. കാരണം ഈ സിലബസിന്റെ ഡെപ്തും കാര്യങ്ങളും ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നതാണ്, എത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം. ഇന്നിപ്പോ 8 ജനുവരി 8. അപ്പം ഇന്ന് മുതൽ നിങ്ങൾ കൂട്ടുക. ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ തന്നെയാണ് നിങ്ങളുടെ എക്സാം എങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇനി എത്ര സമയമുണ്ട് അല്ലെ? നിങ്ങളുടെ മുന്നിൽ ഇനി ജനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ലെ, 3 മാസമാണ് നിങ്ങളുടെ മുമ്പിൽ. അത് തികച്ച് 3 മാസം നമുക്ക് പറയാൻ പറ്റില്ല. ഏപ്രിൽ ടു ജൂൺ എങ്കിൽ നിങ്ങൾ ഏപ്രിൽ 1 പരീക്ഷ എന്ന് കരുതി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഈ ഒരു ഇത്രയും കുറച്ച സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ ഇത്രയും വലിയ സിലബസ് പഠിക്കാൻ പറ്റുമോ? പറ്റും, ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് അത് സാധിക്കും. ഞാനൊരു ലൈഫ് എക്സാമ്പിൾ നിങ്ങൾക്ക് മുമ്പിൽ പറയുകയാണ്. അപ്പൊ നിങ്ങളിൽ പലർക്കും ഒരു ഡൗട്ട് കാണും, ആദ്യമായിട്ട് PSC എഴുതുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് എങ്ങനെ ഞാൻ ഇതിനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് എഴുതാം, ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് ചുമ്മാ ഒന്ന് എഴുതാം. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാം. ഒരു KPSC എക്സാമില് ഒരു കോച്ചിങ്, പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കുട്ടി ചേർന്നു. ആ കുട്ടിക്ക് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും കേൾക്കാൻ പോലുമുള്ള അത്രയും സമയം പോലും ആ കുട്ടിക്ക് ഇല്ലായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് ഒരു കുഞ്ഞുണ്ട്. അപ്പം ഈ കുഞ്ഞ് ഉറങ്ങുന്ന സമയങ്ങളിൽ ആ കുട്ടി ഒരു ഭാര്യയാണ്, അമ്മയാണ്, അതെല്ലാം നിങ്ങൾ ആലോചിക്കുക. ആ കുട്ടിക്ക് റെക്കോർഡഡ് ക്ലാസ്സസും തിയറി സെഷനും മോക്ക് ടെസ്റ്റും അതുപോലും അറ്റൻഡ് ചെയ്യാനുള്ള അത്രയും ടൈം പോലും ആ കുട്ടിക്ക് കിട്ടുന്നില്ല. അപ്പം വീട്ടിലെ ജോലി, അതേപോലെ തന്നെ കുഞ്ഞിനെ ഇത് എല്ലാം കഴിഞ്ഞ റെക്കോർഡഡ് ക്ലാസ്സസും കാര്യങ്ങളും ഒന്നും കേൾക്കാനുള്ള സമയം പോലും ആ കുട്ടിക്ക് കിട്ടിയില്ല. ആ കുട്ടി ആ എക്സാം എഴുതി, ഫസ്റ്റ് എക്സാം എഴുതി, ക്ലിയർ ആയില്ല. ക്ലിയർ ആവാത്തത് കൊണ്ട് ആ കുട്ടിക്ക് മനസ്സിലായി എന്താണ്, ആ കുട്ടി സമയം വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്തില്ല. ഒരിക്കലും ആ കുട്ടിയെ ആരും കുറ്റപ്പെടുത്തില്ല, കാരണം ആ കുട്ടിയുടെ സമയം എന്താണ്, അതിനനുസരിച്ച് അത്രയും സമയം ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അടുത്ത പരീക്ഷ വന്നു. അടുത്ത പരീക്ഷ വന്നപ്പോൾ അതേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ കുട്ടി ചേർന്നു. ആ കുട്ടി ചേർന്നിട്ട് പിന്നീട് ആ കുട്ടി ചെയ്ത കാര്യം എന്താണെന്ന് അറിയാവോ? ആദ്യത്തേത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് മാറിയിരിക്കുകയല്ല ആ കുട്ടി ചെയ്തത്. രണ്ടാമത് വന്ന പരീക്ഷയെ നേരിടാൻ ആ കുട്ടിയുടെ മനസ്സിനെ പാകപ്പെടുത്തി. എങ്ങനെ എന്റെ സമയം ഞാൻ ഡിവൈഡ് ചെയ്ത് ഉപയോഗിക്കണം എന്നുള്ളത് ആ കുട്ടി മനസ്സിലാക്കി. കുഞ്ഞുറങ്ങിക്കിടക്കുന്ന സമയത്ത് ഏകദേശം വെളുപ്പിന് 2 മണി മുതൽ 6 മണി വരെയുള്ള സമയങ്ങളിൽ ഡിവൈഡ് ചെയ്ത് ആ കുട്ടി ഉള്ള സമയത്ത് ആ റെക്കോർഡഡ് ക്ലാസ്സുകളും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആ കുട്ടി ഈ വർഷം ആ കുട്ടിക്ക് അഡ്വൈസ് കിട്ടുകയാണ് ഉണ്ടായത്. അപ്പോ ഈ ഒരു ലൈഫ് എക്സാമ്പിളിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരെ കൊണ്ട് നടക്കാത്തതായിട്ട് ഒന്നുമില്ല, അതായത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളില്ല അല്ലെ. ആ കുട്ടിയുടെ സമയത്തെ ഡിവൈഡ് ചെയ്ത് ഉപയോഗിച്ചത്, ആ കുട്ടി എടുത്ത ആ ഒരു മനസ്സ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ദൃഢനിശ്ചയമാണ് ഈ 2 മണി മുതൽ 6 മണി വരെ ഒരാൾ ഉറക്കമുഴച്ച് പഠിക്കുക എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഹെൽത്ത് വൈസ് ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല ഈ ഉറക്കമൊഴിക്കുക. പക്ഷേ ഈ 3-4 മാസം അല്ലെങ്കിൽ നമ്മളൊരു 6 മാസം എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ പരീക്ഷയുടെ കാര്യമല്ല, ഏത് പരീക്ഷ ആയിക്കോട്ടെ, ഏത് PSC പരീക്ഷ ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു സമയം 2-3 മാസം നമ്മൾ ഉറക്കമുളയ്ക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം അതോടെ സേഫായി അല്ലേ. നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം സമയം നിങ്ങൾ ത്യജിക്കാനോ അല്ലെ എന്ത് ത്യാഗം, ഉറക്കം കളയാനോ നിങ്ങൾക്ക് തയ്യാറായാൽ നിങ്ങൾക്ക് വിജയം നിങ്ങളുടെ കൂടെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു എക്സാം അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനെ പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടത്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ കംപ്ലീറ്റ് ദ കോമ്പറ്റീഷൻ ട്രയാങ്കിൾ. കോമ്പറ്റീഷൻ ട്രയാങ്കിൾ എന്താണ്? ഒരു ട്രയാങ്കിൾ നമ്മൾ നോക്കുകയാണ്. ആ ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സ് ഉണ്ടായിരിക്കും. ആ 3 കോർണേഴ്സിൽ ഇങ്ങനെ 3 പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. സിലബസ് കവറേജ്, റിവിഷൻ, മാക്സിമം മോക്ക് ടെസ്റ്റ്. ഇത് 3ഉമാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, ട്രയാങ്കിളിലെ 3 കോർണേഴ്സിലെ പോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ബുള്ളറ്റിൻസ് ആണ് ഈ 3.
കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഈ കോമ്പറ്റീഷൻ ട്രയാങ്കിളിൽ ഒന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഒരിക്കലും ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇത് മൂന്നും, ഈ ട്രയാങ്കിൾസിന്റെ 3 കോർണറും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയത്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കംപ്ലീറ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്താൽ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ മിസ് ചെയ്താൽ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല എന്നേ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം സിലബസ് നമ്മുടെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയൽസ് ഉപയോഗിച്ച്, റെക്കോർഡഡ് ക്ലാസ്സസും PDF ഉപയോഗിച്ച് നമ്മൾ കവർ ചെയ്യുന്ന ആ ഒരു സിലബസ്, നിങ്ങൾ ഫുൾ ക്ലാസ്സസ് നിങ്ങൾ കാണുക. റിവിഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു കാര്യം ഇന്ന് പഠിച്ചു അല്ലെ, അപ്പം പഠിക്കുന്നവരായിക്കോട്ടെ പഠിപ്പിക്കുന്നവരായിക്കോട്ടെ, നമ്മൾ ഒരു കാര്യം ഡെയിലി നോക്കുമ്പോഴാണ് നമുക്കത് ഓർമ്മ നിൽക്കുന്നത്. ഇപ്പോ പഠിപ്പിക്കുന്ന ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ് അല്ലെ. ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ഒരു കാര്യം നോക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ദിവസം പഠിപ്പിച്ചിട്ട് കുറെ നാൾ നോക്കാതിരിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് റെഫർ ചെയ്യണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ബ്രെയിനിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമ്മൾ പഠിക്കുന്ന ദിവസേന നമ്മൾ റിപ്പീറ്റേഷൻ എന്നൊരു കണ്ടന്റ് ആണ് ഇവിടെ വരുന്നത്. റിപ്പീറ്റഡ്ലി നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയും. അപ്പൊ നമ്മൾ ഇപ്പം ഒരാഴ്ച പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയണ, ഒരാഴ്ച നമ്മളിപ്പോ ക്ലാസ് ഒരു 4 ദിവസം നമ്മൾ ക്ലാസ് കഴിഞ്ഞു, 5-ാമത്തെ ദിവസം നിങ്ങളൊരു റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. 4 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ 4 ദിവസം ഞാൻ ഇത്രയും കംപ്ലീറ്റ് ചെയ്തു, എന്നാൽ 5-ാമത്തെ ദിവസം കുറച്ചുകൂടെ ടോപ്പിക് കവർ ചെയ്യാം. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഈ 4 ദിവസത്തെ കഷ്ടപ്പാടിന് ഫലം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു 5-ാമത്തെ ദിവസം ചെയ്യേണ്ടത് എന്താണ്? ഈ 4 ദിവസം പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തതിന് ശേഷം പിന്നീട് വരുന്ന 1-2 ദിവസങ്ങളിൽ നിങ്ങൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള MCQs നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ ഒരു പഠന സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്ക് ഓരോ കൺസെപ്റ്റും, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു പോർഷനിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പം ഏതൊക്കെ തരത്തിലുള്ള കുട്ടികളാണെന്ന് അറിയില്ല. അതായത് ഇപ്പൊ PSC ഇപ്പൊ നേരത്തെ എഴുതിയവരായിരിക്കാം, പുതിയതായിട്ട് എഴുതുന്നവരായിരിക്കാം, ഇതില് എന്തെങ്കിലും കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് ഇനി PSC കിട്ടില്ല എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും എക്സാംസിന് പ്രിപ്പയർ, അല്ലെ താൽക്കാലിക ജോലിക്ക് കയറിയവര് ആയിരിക്കാം. താൽക്കാലിക ജോലി, നമ്മളെ ഏതെങ്കിലും ഒരു താൽക്കാലിക തസ്തികയിൽ ഇരുന്ന് നമ്മുടെ സമയങ്ങളല്ലേ, നമ്മുടെ ജീവിതം പാഴാക്കാനുള്ളതല്ല അല്ലെ. നമ്മൾ താൽക്കാലിക ജോലിക്ക് കയറുമ്പോൾ നമുക്ക് ആ പൈസ കയ്യിലോട്ട് കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു വരുമാനം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, ഇപ്പം ഇതെനിക്ക് അത്യാവശ്യമാണ്, ശരിയാണ്, ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഈ വരുമാനം എനിക്ക് കിട്ടിയേ തീരൂ, അല്ലെങ്കിൽ ഈ ജോലി എനിക്ക് അത്യന്താപേക്ഷിതമാണെന്ന് തോന്നും. പക്ഷേ ഒരു താൽക്കാലിക ജോലിയുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു എക്സാം അല്ലെ, ഒരു പരീക്ഷ എഴുതി നമ്മൾ പാസ്സായി നമുക്കൊരു പെർമനന്റ് ജോലി കിട്ടുമ്പോൾ നമ്മുടെ ലൈഫ് എത്രത്തോളം, നമ്മുടെ ലൈഫ് അവിടെ സേവ് ആയി. അതേസമയം ഒരു താൽക്കാലിക ജോലിക്ക് യാതൊരു ജോബ് സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു വരുമാനത്തെ നമ്മൾ ജീവിക്കുന്നു. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു പരീക്ഷ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പോ നിങ്ങൾക്ക് നിർബന്ധമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ ഇപ്പോ ജോലിക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലീവ് എടുത്ത് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക. ദിവസം ഒരു 12 മുതൽ 16 മണിക്കൂർ വരെ നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ മാറ്റിവെക്കുക. ഇനി ജോലി ചെയ്തേ മതിയാവൂ, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ജോലി ഇല്ലാതെ പറ്റില്ല എന്ന ഒരു സ്ഥിതിയാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉള്ള സമയം, അതായത് നിങ്ങൾ ജോലി കഴിഞ്ഞു വരുന്ന സമയം, ചിലപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ പോയിട്ട് വരുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ജോലിക്ക് പോയിട്ട് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ വരുന്ന സമയം നിങ്ങൾ കുറച്ച് ഉറക്കം പോയാലും നിങ്ങൾ മിനിമം ഒരു 6 to 10 hours നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസുകളും അതേപോലെ തന്നെ ലൈവ് MCQ സെഷനും PDFs കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓരോ മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ വരിക. ഇനി ഇതൊന്നും അല്ല, നിങ്ങൾ ഫ്രീ ആണ് അല്ലെ, ഒരു കോഴ്സ് കഴിഞ്ഞ് വീട്ടിലൊക്കെ വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങളുടെ ഫാമിലി നിങ്ങളെ പഠിച്ചോ, അല്ലെങ്കിൽ ഈ എക്സാം പ്രിപ്പയർ ചെയ്തോ എന്ന് പറഞ്ഞ അത്രയും ഫ്രീഡത്തിൽ നിങ്ങൾ ഇരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇനി ഒന്നും നോക്കാനില്ല. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ മടി വരുന്നത്. ഇപ്പൊ ഈ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ, എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉള്ളവരായിക്കോട്ടെ, അവർക്ക് മടി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ
മടി വരുന്നത് എപ്പോഴാണ്? നമുക്ക് ഇഷ്ടംപോലെ സമയം ഇങ്ങനെ കിടക്കുകയാണ് പഠിക്കാൻ, അപ്പോഴാണ് നിങ്ങളെ ബാക്കോട്ട് വലിക്കുന്നത്. അല്ലെ, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ബുക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ എന്തോ ബാക്കോട്ട് വലിക്കുകയാണ്. ഓ, ഇച്ചിരി കൂടെ കഴിഞ്ഞാവട്ടെ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പഠിക്കാം, ഇതല്ലേ ഉള്ളൂ, അത് പിന്നെ പഠിക്കാം. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ പരീക്ഷയിൽ വിജയിക്കാൻ പോകുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഞങ്ങൾ പറയുന്ന ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ട് കഷ്ടപ്പെടാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു സീറ്റ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്. ഒരു സത്യമാണ് ഞാൻ പറയുന്നത്. കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു വേക്കൻസിയിൽ ഒരു സീറ്റ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് അതിന് പറ്റും, അല്ലെ? നിങ്ങൾക്ക് ഉള്ള സമയം, നമ്മൾ ഇനിയുള്ള സമയം വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിൽ ഒരു സീറ്റിൽ ഇടം പിടിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരിക്കലും നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങളൊരു ബെസ്റ്റ് ആയിട്ടുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഭയക്കാനായിട്ടൊന്നുമില്ല. നിങ്ങളുടെ ഭാഗ്യം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും, അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോ നമ്മുടെ ഒരു ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് സെഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ക്ലാസ് നോട്ട്സ് ഡെയിലി നിങ്ങൾ വായിക്കുക. ഈ ക്ലാസ് നോട്ട്സ് നിങ്ങൾ വെറുതെ വായിക്കുമ്പോൾ, അല്ലെ ലൈവ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ വെറുതെ വായിച്ചു പോകരുത്. നമ്മൾ ഒരു ഫോൺ എടുത്ത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഫോണിൽ നിന്ന് PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പൊ നമ്മൾ ഫോൺ നോക്കി പഠിക്കുന്നത്, ഇപ്പൊ ഒരു PDF അല്ലെങ്കിൽ ഒരു നോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ, അല്ലെ? നമ്മൾ ഫോണിലാവുമ്പോൾ കുറച്ചുകൂടെ ഫോണ്ട് ഒക്കെ ചെറുതായിട്ടിരിക്കും. അതേസമയം നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്താണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി. ഇനി പ്രിന്റ് ഔട്ട് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് PDF എന്ത് ചെയ്യാം, ഫോണിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. ഓരോ സബ്ജക്റ്റിനും, അല്ലെ ഓരോ മോഡ്യൂളിനും നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. ഈ ഷോർട്ട് നോട്ട്സ് എന്തിനാണ്? എക്സാമിന്റെ ലാസ്റ്റ് ആ ഒരു മന്തില് നമുക്ക് വീണ്ടും ഈ പോയിട്ട് ഈ ഫുൾ സെഷൻസ്, അല്ലെ നമുക്ക് ഡൗട്ട്സ് ഉള്ള സെഷൻ നമ്മൾ പോയി കാണും. പക്ഷേ ലാസ്റ്റ് ആ ഒരു ടൈമിൽ നമുക്ക് എല്ലാം കൂടി റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ റിവിഷൻ ഓൾറെഡി കഴിഞ്ഞതാണ്, എല്ലാ ടോപ്പിക്സും നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് നോട്ട്സിന്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഷോർട്ട് നോട്ട്സിന്റെ ഉപയോഗം നിങ്ങൾ അത് ഒന്ന് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നത്. ഒരിക്കലും ചെയ്തിട്ടില്ല, ഇത് പരീക്ഷിച്ചിട്ടില്ലാത്തവർക്ക് ഒരിക്കലും ഷോർട്ട് നോട്ട്സിന്റെ ആ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയില്ല. നമ്മളൊരു കാര്യം പഠിച്ചു, അത് കേട്ടു, അല്ലെ? കേട്ടു, നമ്മൾ അത് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഒരു കാര്യം പഠിച്ചു, നമ്മളത് കേട്ടു, നമ്മളത് എഴുതുകയാണ്. എഴുതുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആണ് വർക്ക് ചെയ്യുന്നത്. എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം 10 തവണ കേൾക്കുന്നതിന് തുല്യമാണ് ഒരു തവണ നിങ്ങൾ ഒരു കാര്യം എഴുതുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഭാഷ മതി, അല്ലെ? നിങ്ങൾ തന്നെ വായിക്കാൻ പോകുന്ന ബുക്കാണ്. ഇതിൽ ആരും നോക്കാനോ ഇൻസ്പെക്ഷനോ കാര്യങ്ങളോ വരുന്നില്ല. നിങ്ങളുടെ സ്വന്തം ബുക്കിൽ നിങ്ങളുടെ പേന ഉപയോഗിച്ച് നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ നിങ്ങൾ ആ ഒരു കാര്യത്തെ, അല്ലെ ആ ഒരു കൺസെപ്റ്റിനെ എഴുതി വെക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ഉപയോഗിക്കാം, എന്തും ഉപയോഗിക്കുക. അപ്പൊ ഓരോ ടോപ്പിക്കിലും ഇങ്ങനെ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന്റെ ആ ഒരു ലാസ്റ്റ് ടൈമിൽ ഡെഫിനറ്റ്ലി 100% നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അതിൽ ഞാൻ 100% ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത്. ഇനി ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോ ആഴ്ചത്തെ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമായിട്ട് നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷം പഠിക്കാത്ത ഒരു കാര്യം നമ്മൾ പിന്നീട് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പെട്ടെന്ന് അതങ്ങോട്ട് ക്യാച്ചപ്പ് ചെയ്യാനാ. അപ്പോൾ മനസ്സിലാവും, പിന്നീട് നമുക്കത് മനസ്സിലങ്ങോട്ട് അല്ലെങ്കിൽ ബ്രെയിനിൽ നിലനിൽക്കില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുന്ന നമുക്ക് മടിയാണ്, എല്ലാവർക്കും മടിയാണ് ഈ റിവിഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മളെ ഒരിക്കലും റിവൈസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് നമുക്ക് വരില്ല. അല്ലെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾ ആ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തുക. റിവിഷൻ നമ്മൾ ചെയ്തിരിക്കും, ഈ ആഴ്ച ഈ വീക്കിൽ കംപ്ലീറ്റ് ആയ ആ ടോപ്പിക്ക് ഉറപ്പായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഇങ്ങനെ ഒരു മൈൻഡ് തന്നെ നിങ്ങൾ വെക്കുക. ഇനി ഇതിനുശേഷം നിങ്ങൾ സെക്ഷണൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തെ, അല്ലെ നിങ്ങളുടെ പഠന നിലവാരം നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എത്രത്തോളം ഞാൻ വരാനുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മോക്ക് ടെസ്റ്റിൽ ഞാൻ പെർഫോം ചെയ്ത് എന്റെ പെർഫോമൻസ് എത്രയാണ്, എന്റെ പഠന രീതിയിൽ എന്താണ് പ്രശ്നം, ഇപ്പൊ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ഫാക്കൽറ്റി പറഞ്ഞ കാര്യത്തിൽ എവിടെയോ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, ഇനി എല്ലാ കാര്യങ്ങളും അതേപോലെ ചെയ്തു എന്നിട്ടും മോക്ക് ടെസ്റ്റ് എന്തുകൊണ്ടാണ് ഞാൻ പെർഫോമൻസ് ലോ ആയത്, ഇത് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ആ ടോപ്പിക്ക് വായിക്കുക, മോക്ക് ടെസ്റ്റ് എടുക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓരോ ഇപ്പം മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മൾ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ തന്നെ തന്നുകൊണ്ടിരിക്കാനായിട്ടുള്ള, ഈസി ടു ഡിഫിക്കൾട്ട് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഒരു 100 മീറ്റർ കുറഞ്ഞ ഒരു, അല്ലെങ്കിൽ നമുക്കറിയാം സ്പ്രിന്റ് എന്നാ പറയുന്നത്, 100 മീറ്റർ 50 മീറ്റർ ഒക്കെ ഓട്ടത്തിന് നമ്മൾ സ്പ്രിന്റ് എന്നാണ് പറയുന്നത്. അതേസമയം ഒരു 3 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ അത്രയും ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റേസസ് ഉണ്ട് ഓട്ടത്തിൽ, അല്ലെ? അതിലെത്രയാണ്, ഒരു 15 റൗണ്ട് ഒക്കെ നമ്മൾ ഓടേണ്ടി വരും. അപ്പൊ ഈ 15 റൗണ്ട് ഓട്ടമാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 100 മീറ്റർ 50 മീറ്റർ സ്പ്രിന്റ് അല്ല നമ്മൾ അടിക്കുന്നത്, നമ്മളൊരു 3 കിലോമീറ്റർ അല്ലെ 5 കിലോമീറ്റർ നീണ്ട ഒരു റേസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ നമ്മുടെ എനർജി നമ്മൾ കളയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഈ 3 മാസത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ഉള്ള സമയത്തിൽ നമ്മളൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ട്രാവലാണ് നമ്മൾ, ഒരു റേസ് ആണ് നമ്മൾ പോകുന്നത്, അല്ലെ? അതിൽ ഫൈനൽ ലാപ്പിലായിരിക്കും നമ്മൾ നമ്മുടെ സർവ്വ എനർജിയും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, നമ്മൾ അതിന് പാകപ്പെടും. അപ്പൊ നിങ്ങൾ ആ ഒരു ലെവലിൽ തന്നെ നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകും, ഈസി, മോഡറേറ്റ് ടു ഡിഫിക്കൾട്ട്. ഫൈനലി എക്സാം ആവുമ്പോഴത്തേക്കിനും വിത്ത് ഫുൾ കോൺഫിഡൻസ് നിങ്ങൾക്ക് ആ ഒരു എക്സാമിനെ ഫേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആവുക, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾ ഇന്നത്തെ ഒരു ക്ലാസ് കേട്ടു, നിങ്ങൾ മോട്ടിവേറ്റഡ് ആയി, ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ലോ ആവുകയാണ്. അപ്പൊ നിങ്ങൾ ഒരു സെൽഫ് മോട്ടിവേഷൻ സ്ട്രാറ്റജി കൊണ്ടുവരിക. അപ്പൊ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആരും വരില്ല, നമ്മൾ തന്നെ നമ്മുടെ മോട്ടിവേഷൻ മോട്ടിവേറ്റർ ആവുക, അല്ലെ? നിങ്ങളിൽ തന്നെ ഉണ്ട് മോട്ടിവേറ്റർ. അപ്പൊ നിങ്ങളൊരു സെൽഫ് മോട്ടിവേഷൻ കൊടുക്കുക. അപ്പോ കുറച്ച് തോട്ട്സ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്പിറേഷൻ കംസ് ഫ്രം വിത്തിൻ യുവർ സെൽഫ്. വൺ ഹാസ് ടു ബി പോസിറ്റീവ്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ നിലനിർത്തുക, അല്ലെ? ഒരു നെഗറ്റീവ് ആവരുത് നിങ്ങൾ. അതായത് ഇപ്പോ നിങ്ങൾ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, അയ്യോ ഇതെനിക്ക് കിട്ടുമോ, ഞാനിത് പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ പാടെ എടുത്ത് മാറ്റുക. എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കിത് കിട്ടും എന്നുള്ള ആ ഒരു, അതല്ലാതെ നിങ്ങളുടെ മനസ്സിൽ ഇനി ഒന്നും വേണ്ട. നിങ്ങൾ ഓരോ സമയം, ഓരോ മിനിറ്റ് നിങ്ങൾ പാഴാക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓരോ മിനിറ്റ് നിങ്ങൾ പാഴാക്കുമ്പോൾ, ഓരോ സെക്കൻഡും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾ പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് എപ്പോഴും നല്ല കാര്യങ്ങൾ നിങ്ങളെ തേടി വരും. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ആക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ സക്സസിന്റെ താക്കോൽ എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യാതെ, നമ്മളൊരു കാര്യം ചെയ്യാതെ ഒരിക്കലും നമുക്ക് വിജയം ഉണ്ടാവില്ല. നമ്മൾ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ, അല്ലെ, നമുക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി നമ്മൾ കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ട്, നമ്മൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ വിജയമുണ്ട്. ഇനി നേരത്തെ PSC പരീക്ഷ എഴുതി കിട്ടാതെ പോയവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയുകയാണ്. ഫെയിലിയർ എന്ന് പറയുന്നത് സക്സസിന്റെ ഓപ്പോസിറ്റ് അല്ല. അതായത് വിജയത്തിന്റെ ഓപ്പോസിറ്റ് അല്ല, വിപരീതമല്ല പരാജയം. പരാജയം എന്ന് പറയുന്നത് വിജയത്തിന്റെ ഒരു ഭാഗമാണ്. അത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീഴ്ച, നിങ്ങൾ വീണതിന്റെ ആ ഒരു വീഴ്ചയുടെ കാരണം നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ഒരു സ്റ്റഡി സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വരാൻ പോകുന്ന ഈ ഒരു പരീക്ഷയിൽ ഒരു വേക്കൻസിയിൽ ഇടം പിടിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക, അല്ലെങ്കിൽ അടിയുറച്ച് നിങ്ങളങ്ങ് വിശ്വസിക്കുക. ഉറപ്പായിട്ടും ഈ ഒരു സീറ്റ്, അല്ലെങ്കിൽ ഒരു സീറ്റ് എനിക്ക് ആണ് എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മളൊരു ലോങ് ഡിസ്റ്റൻസ് റേസ് ആണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഒരിക്കലും ഒരു 100 മീറ്ററോ അല്ലെങ്കിൽ 50 മീറ്ററോ ഉള്ള സ്മോൾ റേസ് അല്ല നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഈസി, മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിലേക്ക്, അങ്ങനെ ഒരു ലെവലിൽ നിങ്ങൾ കീപ്പ് ചെയ്യുക എപ്പോഴും. ഇപ്പൊ ഫസ്റ്റ് മുതലേ നമ്മളിപ്പോ മോക്ക് ടെസ്റ്റ് ആണെങ്കിലും ആദ്യം നമ്മൾ കുറച്ച് ഈസി, നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ വരണം. ട്രാക്കിൽ വന്നാലാണ് നമുക്ക് റേസിന് പങ്കെടുക്കാൻ പറ്റുക, അല്ലെ? അപ്പോ നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിഷ്യലി കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അതിനുശേഷം നമ്മൾ ഓരോ സ്റ്റെപ്പ് ഡിഫിക്കൽട്ടി കൂട്ടും. നമ്മൾ ഓടുമ്പോൾ സ്പീഡ് കൂട്ടുന്നത് പോലെ തന്നെ നമ്മൾ ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടി നമ്മൾ ഫൈനലി നമ്മൾ ആ ഒരു റേസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്
നിങ്ങളായിരിക്കും അവിടെ ഒന്നാമനായിട്ട് വരുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും ഒരു മടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബാക്ക് നിങ്ങളെ എന്തോ ഒന്ന് ബാക്കിലേക്ക് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു റേസ്, ഒരു ഓട്ടത്തിന്റെ ആ ഒരു ട്രാക്ക് നിങ്ങളുടെ മനസ്സിൽ വരണം. നിങ്ങൾ ആ ഒരു ട്രാക്കിൽ ഏകനായിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ ചുറ്റിനും ഓരോ ട്രാക്കിലും ഓരോ ആൾക്കാര് നിങ്ങൾ തളരുമ്പോൾ ഓടിക്കേറാനായിട്ട് അവിടെ നിപ്പുണ്ട്. അപ്പം അവര് നിങ്ങളൊന്ന് തളർന്നാൽ ഓടിക്കേറാനായിട്ട് നിങ്ങളുടെ അപ്പുറവും ഇപ്പുറവും ആളുകളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ മിനിറ്റ് പാഴാക്കുമ്പോഴും ഓരോ റാങ്ക് നിങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇനി നിങ്ങൾ കരയുമ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ കരയുമ്പോൾ കൂടെ കരയാൻ ആരും കാണില്ല, പക്ഷെ ചിരിക്കുമ്പോൾ ചിരിക്കാൻ ആൾക്കാരുണ്ടാകും. ഇതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ഇപ്പോ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്ത് പറഞ്ഞിട്ടും വെറുതെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. എന്താണ് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരണം. അപ്പോ നമ്മൾ ഇപ്പം ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ ഈ ഒരു റേസ് ആരംഭിക്കുകയാണ്. അപ്പോ നിങ്ങളുടെ ഈ ഒരു, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ നമ്മൾ എന്താണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് സ്റ്റഡി പ്ലാൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളത് മനസ്സിലാക്കുക. ഞങ്ങളൊരു കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഈ ഒരു എക്സാമിന്റെ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി, കോമ്പറ്റീഷൻ, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എല്ലാം കൂടെ കണക്കാക്കിയിട്ട് ഇനിയുള്ള ടൈം, എത്രത്തോളം ടൈം നമുക്ക് കിട്ടുന്നുണ്ട്, ഇതിനെ എല്ലാം ആസ്പദമാക്കിയിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നതായിരിക്കും. ഈ ഒരു സ്റ്റഡി പ്ലാനിനെ ആസ്പദമാക്കിയിട്ട് ഓരോ ഡേറ്റിൽ, ഇപ്പം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഇങ്ങനെ ഓരോ വീക്കിൽ നിങ്ങൾ ഡേറ്റ് വെക്കുക. ഈ ഡേറ്റിൽ നിങ്ങൾ ഒരു കാര്യം അതിന് മുമ്പ് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഓരോ കലണ്ടർ, ഒരു സ്മോൾ കലണ്ടർ നിങ്ങൾ കയ്യിലെടുത്ത് വെക്കുക. ഓക്കെ, എല്ലാവരും ഒരു കലണ്ടർ, അതായത് നമ്മുടെ വീട്ടിൽ കലണ്ടർ കാണും. അതുകൂടാതെ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ പഠിക്കാൻ ഇരിക്കുന്ന ആ ഒരു മുറിയിൽ ഒരു കലണ്ടർ, അതായത് ഇപ്പം ഏപ്രിൽ, മെയ്, ജൂൺ വരെയുള്ള മന്ത്സ് ആ ഒരു കലണ്ടറിൽ കാണണം. അപ്പോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു കലണ്ടർ, ഇപ്പോ വലിയ കലണ്ടർ ആണെങ്കിൽ അതിന്റെ സൈഡിൽ ചിലപ്പോ ചെറിയ കലണ്ടറിന്റെ ഒരു ഇതുപോലെ കാണും. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് അത് കട്ട് ചെയ്തെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കലണ്ടർ നിങ്ങൾ ഒപ്പിക്കുക. വലിയ പ്രൈസ് ഒന്നും ഇല്ല ചെറിയൊരു കലണ്ടറിന്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഓരോ ഡേയ്സ്, നിങ്ങൾക്ക് ഇനിയുള്ള ഡേയ്സ് നിങ്ങൾ നോക്കുക. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ സ്റ്റഡി പ്ലാൻ നോക്കിയിട്ട് ഓരോ വീക്സിലും നമ്മൾ തരുന്ന ആ ഒരു ടോപ്പിക്സ് നിങ്ങൾ സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ട് ആ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾ കാണുക. ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോ ഓരോ ആ സ്റ്റഡി പ്ലാനിൽ പറയുന്ന ടോപ്പിക്സ്, ആ ടോപ്പിക്സിലുള്ള നമ്മുടെ ആപ്പിലുള്ള റെക്കോർഡഡ് തിയറി ക്ലാസ് ബേസ്ഡ് ഓൺ ദാറ്റ് ടോപ്പിക് നിങ്ങൾ കവർ ചെയ്യുക. ഓക്കെ, ഓൾറെഡി നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ ഓരോ ടോപ്പിക്സിലും, തിയറി എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് MCQs ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് റെക്കോർഡഡ് ആയിട്ടുള്ള ആ ഒരു തിയറി വീഡിയോ ക്ലാസ് നിങ്ങൾ കാണുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ടോപ്പിക്കിന്റെ PDF എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെയിം ടോപ്പിക്കിനെ ആസ്പദമാക്കിയിട്ട് നമ്മൾ ഒരു MCQ സെഷൻ ഓരോ ടോപ്പിക്കിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ MCQ സെഷൻ ലൈവ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ ലൈവ് MCQ സെഷന്റെ ടൈമും കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ നമ്മൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഓരോ ക്ലാസ്സസ് വരുന്ന സമയത്ത് ഏത് ടോപ്പിക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് അതാത് സമയം കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചിരിക്കും. അപ്പൊ അറിയിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ലൈവ് MCQ സെഷൻ അറ്റൻഡ് ചെയ്യുക.
റിപ്ലൈ ചെയ്യുക അല്ലെ. ഓരോ MCQ സെഷൻ എപ്പോഴാണ് അത് ആക്റ്റീവ് ആവുന്നത്? നിങ്ങൾ റിപ്ലൈ ചെയ്ത് ആൻസർ തെറ്റിക്കോട്ടെ സാരമില്ല, നിങ്ങൾ ഓരോ എക്സാം അറ്റൻഡ് ചെയ്യുന്ന പോലെ ആ ഒരു MCQ സെഷൻ നിങ്ങൾ കാണുക. അത് ഇപ്പൊ മാക്സിമം എഫക്റ്റീവ് ആയിരിക്കും. നമ്മൾ വെറുതെ 1 മണിക്കൂർ MCQ സെഷൻ കേട്ടിങ്ങനെ പോകാതെ ആ ഒരു മണിക്കൂർ നമുക്ക് വെറുതെ കളയാൻ സമയമില്ല. ആ MCQ സെഷൻ കാണുന്നതോടുകൂടെ തന്നെ നിങ്ങൾ അത്രയും ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം, അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാപ്പാടമായിരിക്കണം. അതിനുശേഷം ഇപ്പൊ ഒരാഴ്ച അല്ലെങ്കിൽ നമ്മളിപ്പോ 2 ആഴ്ച എടുത്ത് ഒരു ലൈവ് ക്ലാസ്, ലൈവ് MCQ സെഷൻ ഇത്ര ടോപ്പിക്സിന്റെ കഴിഞ്ഞു എങ്കിൽ അത്രയും ദിവസത്തെ റിവിഷൻ ആണ് ഒരു ദിവസം നമ്മൾ എടുക്കുക. ഒരു ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് തരും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും നാളും പഠിച്ച റെസ്റ്റ് അല്ല, അന്ന് റിവിഷൻ ആണ്. അത്രയും ദിവസം കഴിഞ്ഞ ടോപ്പിക്സിന്റെ റിവിഷൻ ആണ് ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്. ആ ദിവസം നിങ്ങൾ റിവിഷൻ കഴിഞ്ഞതിന് ശേഷം മോഡൽ എക്സാംസ് ഉണ്ടാവും. ബേസ്ഡ് ഓൺ കംപ്ലീറ്റഡ് ടോപ്പിക്സ് നമ്മുടെ ആപ്പിലുള്ള ആ ഒരു മോക്ക് ടെസ്റ്റ്, മോഡൽ എക്സാം നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അപ്പൊ അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യാന്നുള്ളതാണ്. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. ഇപ്പൊ ആരംഭത്തിൽ നിങ്ങൾ നല്ലപോലെ വലിയ അല്ലെ മോട്ടിവേറ്റഡ് ആയിട്ട് പെട്ടെന്ന് കയറി എല്ലാം ചെയ്തു, പക്ഷെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ഇനി നാളത്തേക്ക് മാറ്റി വെച്ചാൽ അങ്ങനെ ആകരുത്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ഒരു ഇത്ര മണിക്കൂർ നിങ്ങൾ വെക്കുക. ഓക്കെ, ഇപ്പൊ ഇടയ്ക്ക് ഒരു ടൈം ഇന്റർവെൽ, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങൾക്ക് ഇന്റർവെൽ എടുക്കാം അല്ലെ. നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കുന്നതിന്റെ കൂടെ ഡെയിലി കാര്യങ്ങളില്ല, അപ്പൊ ഇടയ്ക്ക് ഒരു 5-10 മിനിറ്റ് ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും നിങ്ങൾ വരിക. അപ്പൊ ടോട്ടൽ ടൈം ആണ് ഉദ്ദേശിക്കുന്നത് ഈ 12 മണിക്കൂർ, മിനിമം 12 മണിക്കൂർ എങ്കിലും ഒരു ദിവസം നിങ്ങൾ പഠിക്കുക എന്നുള്ളത്. റിവിഷൻ ഡേ എന്ന് പറയാൻ നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആണല്ലേ. അന്ന് നിങ്ങൾക്ക് ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്ക് അന്ന് ഫുൾ നിങ്ങളുടെ ടൈം അലോട്ട് ചെയ്ത്. അപ്പൊ റിവിഷൻ ഡേ നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിക്കുക, എങ്ങനെ ഞാൻ ആ ദിവസം റിവിഷൻ ഡേ എങ്ങനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. അതിൽ ഓരോ മിനിറ്റും നിങ്ങൾക്ക് എന്താണ് വിലപ്പെട്ടതാണ്. ഇനിയുള്ള 3 മാസങ്ങളിൽ ഒരു ദിവസം പോലും നിങ്ങൾക്ക് പാഴാക്കാനില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് റിയൽ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ റിവിഷൻ ചെയ്താലാണ് എത്രത്തോളം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് അറിയാനായിട്ട് പറ്റുന്നത് ഈ ഒരു ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ്. ഇനി നമ്മൾ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു, നമ്മൾ ഏകദേശം 2-2.5 മാസം എടുത്ത് നമ്മൾ ഈ ടോപ്പിക്ക് കവർ ചെയ്തല്ലേ. ടോപ്പിക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആവും. ഏകദേശം സിലബസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റേസിന്റെ ഫൈനൽ ലാപ്പ്, നമ്മുടെ എനർജി ഫുൾ എടുക്കാൻ പോവാണ്. ഇനി ഈ എനർജി എടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മൾ കഷ്ടപ്പെടണം. ആ ഒരു സമയത്താണ് നമ്മൾ നമ്മുടെ ശരിക്കുമുള്ള എനർജി, സേവ് ചെയ്ത എനർജി എല്ലാം അവിടെ നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു ഫൈനൽ ലാപ്പിലാണ്. സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഫുൾ മോക്ക് ലെങ്തും അതേപോലെ തന്നെ സബ്ജക്ട് വൈസ് ആയിട്ടും നമ്മൾ പഠിച്ച എല്ലാ ടോപ്പിക്സിനെ കുറിച്ചും ഒരു സെക്ഷണൽ മോക്ക് ടെസ്റ്റ്. അതേപോലെ തന്നെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള എക്സാം നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നത് അതേപോലെയുള്ള ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റും ഏകദേശം ഒരു MCQ സെഷൻസ് നിങ്ങൾക്ക് അത്യാവശ്യം അഡ്യൂക്കേറ്റ് നമ്പർ നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ഇത്രയും സിലബസ് കവറേജ്, ടോപ്പിക് മോക്ക് ടെസ്റ്റ്, അതേപോലെ തന്നെ ഈ ഫൈനൽ ലാപ്പിൽ ഞങ്ങൾ തരുന്ന ആ ഒരു MCQ സെഷൻ, ഇത് തന്നെ ധാരാളമാണ് നിങ്ങൾക്ക് അത്രയും ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവാനും അതേപോലെ തന്നെ ഏത് ക്വസ്റ്റ്യനെയും എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും ഇത് ധാരാളമാണ്. ഓക്കെ, അപ്പം ഇത് കൂടാതെ നമ്മൾ സിലബസ് കഴിഞ്ഞു, കാര്യങ്ങളെല്ലാം പഠിച്ചു. അപ്പോ ലാസ്റ്റ് മന്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ നമ്മൾ ഈ എക്സാമിനെ ഫേസ് ചെയ്യണം. ഇപ്പൊ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരുണ്ടായിരിക്കും അല്ലെ, അതേപോലെ എക്സാം എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇപ്പോഴും ഒരു എക്സാം വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഇപ്പൊ രാവിലെ ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകുമ്പോഴൊന്നും കുഴപ്പം കാണത്തില്ല, പിന്നെ ഇങ്ങനെ ഹോൾ ടിക്കറ്റ് പിടിക്കുമ്പോൾ കൈ ഇങ്ങനെ കിടന്ന് വിറക്കാനായിട്ട് തുടങ്ങും. നമ്മൾ പോലും അറിയത്തില്ല വിറക്കിയാണ് കൈ. OMR മര്യാദയ്ക്ക് മാർക്ക് ചെയ്യാനും പറ്റത്തില്ല, ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് വായിക്കാനും പറ്റില്ല. ഇതെന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളില് ടെൻഷൻ ഉണ്ട്. എന്തിനാണ് ഈ ടെൻഷൻ? നമ്മൾ പ്രിപ്പയർ ചെയ്തു അല്ലെ, നമ്മൾ കൃത്യമായിട്ടുള്ള എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തു. നമ്മുടെ കൂടെ ഉള്ളവർ എങ്ങനെ പഠിച്ചു എന്നുള്ളത് നമുക്ക് കിട്ടിയ അതേ സമയമാണ് കൂടെയുള്ളവർക്കും കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പോ അവര് പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്റെ ഓരോ മിനിറ്റ് യൂട്ടിലൈസ് ചെയ്തെങ്കിൽ എന്തിനു നമ്മൾ അവരെ ഭയപ്പെടണം, അല്ലെ എന്തിന് ഈ പരീക്ഷയെ നമ്മൾ ഭയപ്പെടണം? നമുക്ക് ഒരു ഫുൾ കോൺഫിഡൻസോടെ എങ്ങനെ ഈ എക്സാമിനെ നേരിടണം എന്നുള്ള ഓറിയന്റേഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം നമ്മൾ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റിന്റെ കൂടെ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഈ OMR ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക്
കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ആദ്യമായിട്ട് PSC എഴുതുന്നവരുണ്ടായിരിക്കും, എഴുതി ചിലപ്പോൾ എന്തെങ്കിലും OMRൽ കുഴപ്പം വരുത്തിയിട്ട് റിജക്റ്റ് ആയി പോയവരൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഓൾറെഡി അറിയുന്നവരുണ്ടായിരിക്കും. അപ്പൊ ആരും ആയിക്കോട്ടെ, OMR ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫൈനൽ മോക്ക് ടെസ്റ്റ്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു OMR പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അത് മാർക്ക് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫൈനലി നമ്മൾ പറയും. അതേപോലെ തന്നെ ഡൗട്ട് സെഷൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സെഷൻസ് ഉണ്ടായിരിക്കും. അതേപോലെ ഓരോ സ്റ്റുഡൻസിനും ഓരോ ക്യാപ്പബിലിറ്റി ഉണ്ട്. അപ്പം ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഗ്രാസ്പിംഗ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി, അപ്പൊ ഓരോ കുട്ടിക്ക് ആ ലെവൽ, നമ്മുടെ ഒരു മോക്ക് ടെസ്റ്റിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന ആ ഒരു ലെവൽ അനുസരിച്ച് ഓരോ സ്റ്റുഡൻസിനും നമ്മൾ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ്, എങ്ങനെ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഫൈനലി ആ ഒരു എക്സാമിനേഷൻ ഡേയിൽ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുക. ഇനി എന്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, ഇനി എന്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. എന്ത് കാര്യത്തിനും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇപ്പൊ PSC അപ്ലൈ ചെയ്യുന്നതിലായിക്കോട്ടെ, ഇപ്പം ഞാൻ പറഞ്ഞു 15 ജനുവരി 2025 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ അന്ന് നമ്മുടെ കുട്ടികൾ ആരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ബാക്കി ഉണ്ടാവരുത്. ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, 15 ജനുവരി, അതിനു അപ്പുറം നിങ്ങൾ പോകരുത്. അപ്പോ അപ്ലൈ ചെയ്തു, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ജേർണി. നമ്മുടെ ജേർണിയാണ്, ഒരിക്കലും നിങ്ങളുടെ ജേർണി അല്ല. നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട്, നമ്മളും ആ റേസിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത്? നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങുക. അപ്പോ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഇപ്പോൾ എന്താണ് എന്നുള്ള കാര്യം ഓർത്ത് നിങ്ങൾ ഒരിക്കലും വേവലാതിപ്പെടരുത്, അല്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടരുത്. ഇപ്പോൾ ഞാൻ എന്താണ് എന്നുള്ളത് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടരുത്. എപ്പോഴും തിങ്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്താകണം, ആ എന്താകണം എന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിനെ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുപ്പിക്കുക. നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറയുക, എനിക്കതാകണം, ആകണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, ഞാൻ ആരെയും കാത്തിരിക്കേണ്ട കാര്യമില്ല, ഞാൻ ഇറങ്ങിത്തിരിക്കുക. നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാലാണ് നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുക. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ടാലന്റ് സ്ലീപ്പ് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പം നമുക്ക് നല്ല ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർത്ത് വെക്കാനും നല്ല മെമ്മറി പവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നല്ല ടാലന്റ് ഉണ്ടല്ലോ. ഇപ്പം പഠിക്കാനാണല്ലോ, ഇപ്പം ക്ലാസ്സിലൊക്കെ നമുക്കറിയാം ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ കുട്ടികള് ഓക്കെ നമുക്ക് മാർക്ക് കിട്ടും എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, കുഴപ്പമില്ല ബാക്കിയുള്ള കുട്ടികളിൽ നിന്ന് പഠിക്കട്ടെ, ഞാനിങ്ങനെ ഇരിക്കാം. അപ്പൊ ടാലന്റ് സ്ലീപ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ ടാലന്റ് ഉള്ള കുട്ടികൾ ഉറങ്ങുകയാണ്, അല്ലെ ടാലന്റ് ഉറങ്ങുമ്പോൾ ഹാർഡ് വർക്കിന് ടാലന്റിനെ ബീറ്റ് ചെയ്യാം. ഹാർഡ് വർക്ക് ക്യാൻ ബീറ്റ് ടാലന്റ് വെൻ ടാലന്റ് സ്ലീപ്സ്. കഴിവ് ഉറങ്ങുമ്പോൾ കഷ്ടപ്പാടിന് അതിനെ ബീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ കഷ്ടപ്പാടിന് നികത്താൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അതിനുള്ള മനസ്സ് ഉണ്ടായാൽ മാത്രം മതി. അപ്പോ നിങ്ങൾക്ക് നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ ഏകദേശം ഒരു വൈൻഡപ്പ് സെഷൻ വൈൻഡപ്പ് ആവാറായി. ഇപ്പം നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ ഇനിയുള്ള ദിവസം, ഈ ദിവസം ഓറിയന്റേഷൻ കഴിഞ്ഞാണെങ്കിലും ഈ ദിവസം, ഈ രാത്രി നിങ്ങൾ എന്ത് ചെയ്യരുത്, കളയരുത് അല്ലെ. ഓരോ മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഉള്ള സെഷൻസ് കാണുക. അതേപോലെ തന്നെ കയ്യിലുള്ള സ്റ്റഡി പ്ലാൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇന്ന് ചെയ്തു തീർക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഓരോ മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അപ്പോ നമുക്ക് എല്ലാവർക്കും അല്ലെ ഈ ഒരു ജേർണിയിൽ പറഞ്ഞു, നമ്മളും നിങ്ങളും ഒരേപോലെ ഈ ജേർണിയിലാവുകയാണ്. അപ്പൊ നമ്മുടെ ജേർണിക്ക് ഓൾ ദ ബെസ്റ്റ്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോ എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.